വീണ്ടും തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. അവിടെ ഇന്ന് 10:30 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. ഒരാൾ മരിച്ചു, 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരുൾപ്പെടെ 25ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പടക്കം സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് സ്ഫോടനമുണ്ടായത്. പടക്കം കൊണ്ടുവന്ന വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. പുതിയ വിവരങ്ങളുമായി വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ എത്രമാത്രം നാശനഷ്ടം കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഏതാണ്ട് എത്രത്തോളം വീടുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്? ഇവരൊന്നും തിരിച്ച് വീടുകളിലേക്ക് പോകരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. പകരം സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഏർപ്പെടുത്തുന്നത്? വേണു, ഏകദേശം 50ലധികം വരുന്ന കെട്ടിടങ്ങൾക്ക് ഗുരുതരമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഇതിനോടകം തന്നെ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും റവന്യൂ വിഭാഗവും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സ്ഫോടനത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ആളുകളുടെ രജിസ്ട്രേഷൻ നടപടികളാണ്. നേരത്തെ കളക്ടർ സൂചിപ്പിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ഇവർക്കുള്ള നഷ്ടപരിഹാര തുക ലഭ്യമാക്കുമെന്ന്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്ത് കേടുപാടുകളാണ് സംഭവിച്ചത്, ഇവരുടെ വീടിൻ്റെ അഡ്രസ്സ്, പേര്, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു, അക്കാര്യങ്ങളെല്ലാമാണ് നിലവിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന തൃപ്പൂണിത്തുറ റവന്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ കൗണ്ടറിൽ നൽകേണ്ടത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ടോക്കൺ നൽകും. പിന്നാലെ ഇവരുടെ വീടുകൾ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തി പരിശോധിക്കും. ആ പരിശോധനയിലായിരിക്കും നഷ്ടം കണക്കാക്കുക. അതിനുശേഷമായിരിക്കും ഇവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തുകയിലേക്ക് എത്തുക. അത് പ്രധാനമായും ഡെപ്യൂട്ടി കളക്ടർക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നായിരിക്കും ആ തുക നൽകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഇതിനോടകം തന്നെ 50ലധികം ആളുകൾ ഈ പ്രദേശത്ത് ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും 2 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചേട്ടാ, വീടുകൾക്ക് കൂടുതൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-20 ജനൽപ്പാളി, കുറേ വാതിലുകൾ പോയി, കുറേ സാധനങ്ങൾ ഐറ്റംസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ഈ രേഖകളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? കൊടുക്കാൻ ഞാൻ വാടക താമസിക്കണം. അപ്പോൾ അതിന് കൊടുക്കുമ്പോൾ മുതലാളി വേണമെന്ന് പറയുമ്പോൾ ചേട്ടാ, കാര്യമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പറ്റിയത്? തീർച്ചയായിട്ടും ഉണ്ട്. ജനലിലെ വാതിലെല്ലാം പോയി, തകരാറായി. അതിനടുത്താണോ സ്ഥലം? വീടിന് ഞങ്ങളുടെ അടുത്ത വഴിയിലാണത്. പക്ഷെ അവിടെ കൂടെ അത്രയും ഒരു ഡാമേജ് ഉണ്ട്. അത്രയും എന്തൊക്കെയാണ് വീട്ടിൽ സംഭവിച്ചത്? വീട്ടിലെ ജനലുകൾ, വാതിലുകൾ ഒക്കെ പോയി. പിന്നെ റൂഫിങ് മറ്റേ പോളികാർബണിൻ്റെ ഷീറ്റ് ഇട്ടിരുന്ന ഫ്രണ്ടിൽ, അത് അവിടുത്തെ മരത്തിൻ്റെ ഒരു കൊമ്പ് വന്ന് തെറിച്ച് വന്ന് വീണ് കുത്തി. അത് കുറേ ദൂരത്താണോ ഈ സ്ഥലത്ത് നിന്ന്? എത്ര ദേശത്ത് തന്നെ ആ വളവിൽ തന്നെ. ഇപ്പോൾ സ്ഫോടനം നടന്ന അവിടെ നിന്ന് ഒരു 10 അടി. ഇവിടെ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എന്തൊക്കെ രേഖ പറഞ്ഞേക്കണത്? ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, കരടച്ച റെസീറ്റ്, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത്ര സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വേണു, അങ്ങനെയാണ് പല ആളുകളുടെയും വീടിൻ്റെ മേൽക്കൂര, അതോടൊപ്പം ജനൽപ്പാളികൾ, ചില്ലുകൾ, പല വീടുകളും ഏകദേശം നിലംപതിക്കാറായ രീതിയിലുണ്ട്. ബലക്ഷയം സംഭവിച്ച വീടുകളുണ്ട്. അത്തരം വീടുകളിലേക്കൊന്നും ആരും എത്തരുത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവേശിക്കരുത് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി താൽക്കാലികമായി തുറന്നിരിക്കുന്ന ക്യാമ്പാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങോട്ടേക്കായിരിക്കും അവരെ എത്തിക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ, അതായത് പെട്ടെന്നുണ്ടായ ഒരു ആഘാതമാണ്, ആ ആഘാതത്തിൽ നിന്ന് മുക്തരാകാൻ അവർക്ക് ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഈ നഷ്ടപരിഹാരം കണക്കാക്കുക. നഷ്ടപരിഹാരം കണക്കാക്കിയ ശേഷം അത് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാരംഭ നടപടിയാണ് നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 50ലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 കണക്കിന് ആളുകൾ ഇതിൻ്റെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ കണക്ക്. ഇതിൻ്റെ ഒരു ആകെ തുക എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ശാസ്ത്രീയമായി നടത്തുന്ന പരിശോധനയ്ക്കൊടുവിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതിദാരുണമായ സംഭവമാണ്. ഒരു സുപ്രഭാതത്തിൽ തങ്ങൾ സമ്പാദിച്ചതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് തകർന്നു പോകുന്ന കാഴ്ച കൺമുൻപിൽ കണ്ട ആളുകളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർ. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എത്രയും പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇവർക്കൊന്നാകെ പറയാനുള്ളത്. അവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്കെല്ലാം അത് അവരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല, മറ്റാരുടെയൊക്കെയോ തെറ്റുകൾ കൊണ്ട് സംഭവിച്ചതാണ്. അതൊരു തെറ്റാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരുടെയും തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തങ്ങൾക്ക് സംഭവിച്ച നഷ്ടം അവർക്ക് കൃത്യമായ അവകാശമുണ്ട്. ആ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ആ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിയിലേക്ക് കടക്കണം. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇനി തൃപ്പൂണിത്തുറ നഗരസഭയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കുക. അതനുസരിച്ചായിരിക്കും നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക. വേണു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സ്ഫോടനം നടന്ന സ്ഥലത്ത് അശ്വിൻ പാലാഴിയും ചേരുന്നു. അശ്വിൻ, നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണ് എന്നതിൽ സ്ഥിരീകരണമായോ?
വേണു, ഫയർഫോഴ്സ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് വാഹനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകട കാരണം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തിയത്. എന്തായാലും അതിൽ വിശദമായ ഫോറൻസിക് പരിശോധന വാഹനത്തിൻ്റെ ചേസിൽ നടക്കുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധർ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ നിന്നും ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. അതടക്കമുള്ള പരിശോധനകൾ ശാസ്ത്രീയമായി തന്നെ നടത്തി അതിൻ്റെ ഫലം പുറത്തു വന്നാലേ എന്താണ് അപകടത്തിന് കാരണമായത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ലഭിക്കുകയുള്ളൂ. എന്തായാലും ഫയർഫോഴ്സ് പ്രാഥമിക നടത്തിയ ഒരു അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനം മാത്രമാണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത്. കാരണം മറ്റ് സാഹചര്യങ്ങൾ ഇവിടെ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കാനുള്ള മറ്റു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരിശോധനയിൽ അവർക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ശാസ്ത്രീയമായ പരിശോധന ഫലം തന്നെയാകും ഇതിനെ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും ഇതിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് കൃത്യമായി അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട്. രാവിലെ ഈ സ്ഫോടനം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് സമീപത്തെ വീടുകൾ തകരുന്നതിനൊപ്പം ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും KSEB നേരിട്ടെത്തിയ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിലേക്ക് തെറിച്ച വീടുകളുടെയും മതിലിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ JCB ഉപയോഗിച്ച് മാറ്റുകയാണ്. അങ്ങനെ അതിനപ്പുറത്തേക്കുള്ള വീടുകളിലേക്കൊക്കെ ആളുകൾക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധന അടക്കം ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയുമാണ്. വേണു. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.